അൽ ഹിക്കായത്തുൽ ഹാദിയത്തു വൽ ഇശ്റൂന 21-ാമത്തെ ഹിക്കായത്ത്. നമ്മളെ മനസ്സ് ശുദ്ധീകരണം, വാക്ക് ചാതുല്യം, ശരീരഭംഗി, ഇതുകൊണ്ടെല്ലാം അള്ളാഹുവിലേക്ക് അടുക്കണം. അതിനുള്ള പ്രചോദനങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, ഞാനടക്കം. അതിൽ നമുക്ക് 21-ാമത്തെ ഹിക്കായത്ത് ആരെ തൊട്ടാണതറിയോ? അൻ മുഹമ്മദ് ബിൻ സ്വബാഹ് റഹ്മഹുല്ലാഹു തആല. മുഹമ്മദ് ബിൻ സ്വബാഹ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. ആ മഹാനാണ് ഇത് ഉദ്ധരിക്കുന്നത്. എന്താ മഹാൻ പറയുന്നത്? ഖാല, മഹാൻ പറഞ്ഞു, ഖറജ്ന, ഞങ്ങൾ പുറപ്പെട്ടു. എന്ത്? നസ്തസ്ഖി, ഞങ്ങൾ എന്താണ് മഴയെ തേടുന്നവരായിട്ട്. ഇവിടെ നസ്തഖി എന്നൊക്കെ ഉണ്ടോ? നസ്തസ്ഖി എന്നുണ്ടാവും ഇവിടെ. അവൾ മഴയെ തേടുന്നവരായി പുറത്തുപോയി. ബിൽ ബസറ, ബസറയില്. അങ്ങനെ പുറപ്പെട്ട് പലമ്മ അസ്ഹർന, ഞങ്ങൾ മരുഭൂമിയിലെത്തിയപ്പോൾ. അപ്പൊ മരുഭൂമി ചെന്ന് നോക്കുമ്പോ ആരുണ്ട്? ഇതൻ നാനിബി സഅദൂരിൽ മജ്നൂൻ. അങ്ങനെ നോക്കുമ്പോ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ കണ്ടത് സഅദൂരിൽ മജ്നൂൻ തങ്ങളുടെ അരികിലെത്തി. ഖായിദൻ അല ത്വരീഖ്, ഒരു വഴിയരികിൽ മഹാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മൂപ്പര് വിജനമായ ഒരു സ്ഥലത്താണ്, മരുഭൂമിയിലാണ്. വീട്ടിലും ഡോട്ടിലും ദേശത്തൊന്നും കാണൂല. ഇങ്ങനെയുള്ള മഹാന്മാർക്കൊന്നും SIR വേണ്ടല്ലോ. ഒരു അള്ളാഹുവിന്റെ ഭാഗത്തേക്കുള്ള SIR റെഡിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടേക്കുള്ള SIRും കരട് രേഖയും ഒക്കെ റെഡിയാക്കി മുന്നോട്ട് വന്ന മഹാന്മാരാണ്. ഇത്തരം ആളുകളെ ദുനിയാവിൽ ഭ്രാന്തന്മാരായിട്ട് കാണും, പക്ഷെ ഇവർ ബുദ്ധിമാന്മാരാണ്. പക്ഷെ പേര് മജ്നൂൻ കൊടുത്താലും അത് ജനങ്ങളെല്ലാവരും ഒരു മജ്നൂനായി കണ്ടപ്പോ അങ്ങനെ പറഞ്ഞതാവാം. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവർ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ച് ഒരു ഭ്രാന്തന്റെ ഹാല് പോലെയായി. അങ്ങനെ വഴിയരികിൽ ഇരിക്കുകയാണ് മഹാനവറുകൾ. പരമർ ആനി, അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ പോയപ്പോ എന്നെ കണ്ടപ്പോ, മുഹമ്മദ് സമാനെ കണ്ടപ്പോ മൂപ്പര് പറയാണ്, കാമ, മൂപ്പര് എണീറ്റ് വന്നു. ഒരു സഅദൂരിൽ മജ്നൂൻ തങ്ങൾ എണീറ്റ് വന്നു. എന്നിട്ട് വക്കാല ഇല അയിന, എന്നോട് ചോദിച്ചു, എവിടുക്കാപ്പോ നിങ്ങൾ പോണത് എന്ന് ചോദിച്ചു. എവിടുക്കാപ്പൊക്കെ പാടെ ചോദിച്ചു. അപ്പോ കൊൽത്തു, ഞാൻ പറഞ്ഞു, നസ്തസ്ഖി, ഞങ്ങൾ മഴയെ തേടി ഇറങ്ങി പുറപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. കാല, അപ്പൊ മഹാൻ ചോദിച്ചു ഞങ്ങളോട്, എന്നും ഏത് കാര്യം എങ്ങനെ കണ്ടാലും ഒരു അള്ളാഹിനെ കുറിച്ചുള്ള ആ ചിന്ത അല്ലാതെ മറ്റൊന്നും ചോദിക്കൂല, ഭൗതികമൊന്നും ചോദിക്കൂലല്ലോ. മഹാൻ ചോദിച്ചു, ബിഖുലൂബിൻ സമാവിയ അം ബിഖുലൂബിൻ ഖാവിയ, നിങ്ങള് ഉയർന്ന ഹൃദയങ്ങളുമായി കൊണ്ടാണോ വന്നത്, അതോ ഖാവിയായ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഹൃദയങ്ങളൊക്കെ കൊണ്ട? നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലതുണ്ടോ? അപ്പൊ ആത്മാർത്ഥമായിട്ടാണോ അല്ലാതെയാണോ? അപ്പൊ സമാവിയായിരിക്കുന്ന ഉയർന്ന ഒരു ഹൃദയങ്ങളുമായിട്ടാണോ, അല്ലെങ്കിൽ ഖാവിയായ ഒന്നുമില്ലാത്ത ഹൃദയങ്ങളുമായിട്ടാണോ നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചു. കൊൽത്തു, ഞാൻ കൊടുത്ത മറുപടി, സമാവിയത്തുൻ, ഉയർന്ന ചിന്തകളുമായിട്ടാണ് വന്നത്. കാല, അപ്പൊ മഹാൻ പറഞ്ഞു, ഇജ്ലിസു ഹാഹുന, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് വസ്തസ്തു, നിങ്ങൾ മഴനെ തേടി എന്ന് പറഞ്ഞു. ഫജലസ്ന, ഞങ്ങളങ്ങനെ ഇരുന്നു. അത്തർത്തവാൻഹാർ, പകല് മദ്യമാകുന്നത് വരെ, ഉയർന്നു വരുന്നത് ഞങ്ങൾ ഇരുന്നു. പക്ഷേ ആകാശം കൂടുതലാക്കിയില്ല. ഇല്ലാ സഹുവൻ, തെളിച്ചം, ഒരു കാർമേഘം പോലുമില്ല. ആകാശം തെളിഞ്ഞു വരികയാണ്. വലശംസു ഇല്ല ഹറൻ, സൂര്യനാണെങ്കിലോ ചൂട് കഠിനമായി. ഇതല്ലാതെ ഒന്നും കിട്ടാനില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ നറയിലേന, അപ്പൊ ഞങ്ങളെ കൊള്ള മൂപ്പർ നോക്കി. കാല, മഹാൻ പറഞ്ഞു, യാ ബത്താലൂന, ബാത്തിലീങ്ങളെ, ലൗകാനത്തു ഖുലൂബുക്കും സമാവിയ, നിങ്ങളെ ഹൃദയങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് അടുത്ത് ഉയർന്ന നിലപാടിലുള്ളവരായിരുന്നുവെങ്കിൽ എല്ലാ സുഖീത്തും, നിങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുമായിരുന്നല്ലോ, മഴ കിട്ടുമായിരുന്നല്ലോ. എന്താ കിട്ടാത്തത്? നിങ്ങൾ സമാവിയ ഹൃദയമായി പുറപ്പെട്ടവരല്ലേ എന്ന് മഹാനായ
സഅദുൽ മജ്നൂൻ തങ്ങൾ പറഞ്ഞു, ഇവിടെ എന്തുണ്ടായി? പിന്നെ മഴ കിട്ടിയില്ല അവർക്ക്. സുമ്മതവല്ല, പിന്നെ മഹാൻ അതുണ്ടാക്കി. വസല്ലാറുക്കാത്തേനി 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് വലഹലസമ, ആകാശത്തേക്കൊന്ന് ഇങ്ങനെ നോക്കി. ബി തൊറുഫി, മഹാന്റെ കണ്ണുകൊണ്ടൊന്ന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ബത്തക്കല്ലമ ബി കലാമിൻ, എന്തോ ഒരു സംസാരം സംസാരിക്കുന്നുണ്ട്. ലം അഫ്ഹംഹു, എനിക്കതിന്റെ മാനൊന്നും കിട്ടൂല, എനിക്ക് ആശയം മനസ്സിലായിട്ടില്ല, എനിക്ക് തിരിയാത്ത എന്തൊരു കലാമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വല്ലാഹി, എന്തിനേറെ പറയുന്നു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മസ്തത്തമ്മ കലാമുഹു, അദ്ദേഹത്തിന്റെ സംസാരം പൂർത്തിയായില്ല. അപ്പോഴേക്കും അതാത്താറായി ഇടിമുഴക്കം. അബറക്കത്ത്, ആകാശം ഇടിമുഴക്കുന്നു, പിന്നെ ഇടി മിന്നറിയുന്നു. അംതറത്ത് ജയ്യിദൻ, മുന്തിയ മഴ, ഒരുപാട് മഴ അങ്ങോട്ട് കിട്ടി, നല്ല മഴ കിട്ടി. ഇതപ്പോ ഉണ്ടായത് മഹാന്റെ കഴിവുകൊണ്ട് ഉണ്ടായത് തന്നെയാണ്. അള്ളാഹ് കൊടുത്ത കറാമത്താണ്, മഹാന്റെ വർക്കത്തോട് കിട്ടി. അപ്പോ അല്ലാഹു, ബഹുമാനപ്പെട്ട സഅദുൻ തങ്ങളോട് ഞങ്ങൾ ചോദിച്ചു, അൽ കലാമില്ലദി തകല്ലമ ബിഹി, മഹാൻ സംസാരിച്ചൊരു വാക്കുണ്ട്, അതിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അതിന് മറുപടി എന്തായിരുന്നു? ഇപ്പൊ കാലയിലേക്കും അന്നി, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ അതിനെ കുറിച്ച് എന്നോട് ചോദിക്കണം, എന്നെ വിട്ടു പോണം എന്നാണ്. ഇന്നമാഹിയ ഖുലൂബുൻ, അതൊക്കെ ചില ഹൃദയങ്ങളാണ്. ഹന്നത്ത്, ഫറനത്ത്, ആയനത്ത്, അലിമത്ത്, അമിലത്ത്, അലാ റബ്ബിക തവക്കലത്ത് എന്നാ ഇതാ മഹാൻ പറഞ്ഞത്. അത് ചില ഹൃദയങ്ങളാണ്. ഹനത്ത്, ഫറനത്ത്, ആയനത്ത്, അലിമത്ത്, അമിലത്ത് എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിലേക്ക് ചാഞ്ഞു, അവിടേക്ക് അടുത്തു, സന്തോഷമായി, നേരിട്ട് കണ്ടു, അറിഞ്ഞു, പ്രവർത്തിച്ചു. ഇങ്ങനെയൊക്കെയാണ്. ആ റബ്ബിന്റെ മേലിൽ ആ ഹൃദയം തവക്കുലാക്കി. ഇതുള്ളു, വേറൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ സംഭവം. സുമ്മ അൻഷ, എന്നിട്ട് സഅദുൻ തങ്ങൾ പിന്നെ പാട്ടൊക്കെ പാടി. യഖൂലു, പിന്നെ പറയാ പാട്ടില്, അഇരിൽ അനിൽ ഹജ്റാനി വത്തമാദി വർഹല്ലി മൗലാ മുൻഇം ജവാദി. സഹോദരാ, നീ തിരിഞ്ഞു കളയണം. അൽ ഹജ്റാൻ, പിണക്കത്തെ തൊട്ട്. ആരോടും പിണങ്ങണ്ട, ആരോടൊന്നും നിൽക്കണ്ട, ഒക്കെ ഒഴിവായിക്കോ. വത്തമാദി, തെറ്റുകുറ്റങ്ങൾ നീണ്ടു വലിഞ്ഞു ജീവിക്കുക, എന്നും തെറ്റ് ചെയ്യുക, അതിനെ തൊട്ട് നീ തിരിഞ്ഞു കളയണം. വർഹൽ, നീ യാത്ര ചെയ്തോ. ലി മൗല മുൻഇമിൻ ജവാദി, ധർമ്മിഷ്ഠനായ, അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുന്ന മൗല അല്ലാഹ്, അവിടേക്ക് പോയിക്കോ. മലൈസു ഇല്ല ഫീ ജിവാരി ഖൗമിൻ ഖദ് ശരിബു മിൻ സാഫിൽ വിദാദി. മൽഐസു, ജീവിതമല്ല, ഇല്ലാ ഫീ ജിവാരി ഖൗമിൻ, ഒരു സമുദായത്തിന്റെ അയൽവക്കത്തിലായിട്ട് അടുത്തിട്ടല്ലാതെ ജീവിതമില്ല. എങ്ങനത്തെ ഖൗമ്? ഖദ് ശരിബു, അവർ കുടിച്ചിരിക്കുന്നു, മിൻ സാഫിൽ വിദാദ്, സാഫിൽ വിദാദിന് അവർ കുടിച്ചിരിക്കുന്നു. എന്നാൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും റബ്ബിനെ ഇഷ്ടപ്പെട്ടതിന്റെയും തെളിച്ചത്തിൽ നിന്ന് ഇഷ്ടംപോലെ വയറ് നിറയെ, കൽബ് നിറയെ അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നു. കൽബിൽ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള മഹാന്മാരുടെ അടുത്ത് ജീവിക്കലാണ് സുഖം. ആരോടും ജീവിക്കൽ സുഖമില്ല. അല്ലാതെ ദുനിയാവിന്റെ വയ്യാവരി കൂടി ജീവിച്ച് അതിൽ കൂടെ കെട്ടിമറിഞ്ഞ് ജീവിച്ചൊരു കാര്യമല്ല. ഹൃദയങ്ങളുമായി അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കണം, അവിടെയാണ് സുഖം. നല്ലവരുമായി കൂട്ടുകൂടണം, ഇതായിരിക്കണം ചിന്ത. അങ്ങനെ വരുമ്പോഴേ നിങ്ങൾ ആവശ്യം അള്ളാഹുത്തല നിറവേറ്റി തരുള്ളൂ. ഇനിയും നന്നാവാനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്നവരോട് സഅദുൻ മജ്നൂൻ തങ്ങൾ പറഞ്ഞ കഥ ഇവിടെ നമ്മൾ കേട്ടല്ലോ. നല്ലോണം നമ്മൾ ആയത്തിൽ ചിന്തിക്കുക. എത്രത്തോളമാണ് മഹാന്മാരുടെ ജീവിതം. നമ്മൾ മൂല്യമാരാണ്, കിതാബ് ഓതുന്നു, പറയുന്നു, കേൾക്കുന്നു, ആയതും പറയുന്നു, ദിക്റൊക്കെ പേരിലുണ്ടാവാം, നിസ്കരിക്കുന്നൊക്കെ. പക്ഷെ നമ്മുടെ കൽബ് എവിടെയാണ്, നമ്മുടെ മനസ്സെവിടെയാണ്, അത് നമ്മൾ ആലോചിക്കേണ്ടത്. ആ മനസ്സ് ശുദ്ധിയായിട്ടില്ലെങ്കിൽ ഒരു രക്ഷയും നമുക്കില്ല എന്നല്ലേ ഈ ചരിത്രം പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അതായിരിക്കട്ടെ നമ്മുടെ മനസ്സ്. അള്ളാഹു നന്നാക്കി തരട്ടെ.